5 മണിക്ക് അവർ ചാനലുകളിൽ നിന്ന് ഇത്തരത്തിൽ അവർക്കുണ്ടായ ദുരനുഭവം വെളിപ്പെടുത്തുന്ന സമയത്ത് 2 മണിക്ക് എനിക്ക് മെസ്സേജ് അയച്ച് ഇത്തരത്തിൽ എന്നോട് മോശമായി പെരുമാറിയിട്ടുണ്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞു. എന്താണെന്നില്ല, ഞാൻ അവർക്കത് പുറത്തു പറയുന്നതിന് പേടിയുണ്ടെന്ന് പറഞ്ഞു. ധൈര്യമായി പ്രൊസീഡ് ചെയ്തോളൂ, ഇത്രയാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. BJP തുടക്കത്തിൽ തന്നെ സ്റ്റാൻഡ് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഈ വിഷയത്തിൽ പാലക്കാട്ട് ജനങ്ങളോട്, കേരളത്തിലെ ജനങ്ങളോട് മാപ്പ് പറഞ്ഞുകൊണ്ട് MLA സ്ഥാനത്ത് നിന്ന് രാജിവെക്കുന്നതുവരെ BJPയുടെ പ്രതിഷേധങ്ങൾ അതിശക്തമായ രീതിയിൽ ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേ നിലപാട് തന്നെയാണ് ഇപ്പോഴുമുള്ളത്. പിന്നെ 2, ഞാൻ നേരത്തെ കഴിഞ്ഞ 2 തവണയും കോൺഗ്രസിൻ്റെ പ്രതിനിധിയോട് ചോദിച്ച ചോദ്യമുണ്ട്. അതിന് ഈ ചർച്ചയുടെ അവസാന സമയമായിട്ടും അദ്ദേഹം മറുപടി പറഞ്ഞിട്ടില്ല. കാരണം നിങ്ങൾക്ക് വേണ്ടാത്ത സാധനങ്ങളെ കൊണ്ടുതള്ളുന്നതിനുള്ള സ്ഥലമല്ല പാലക്കാട്. കേരളത്തിലെ ജനങ്ങളെ പറ്റിച്ചുകൊണ്ട്, കബളിപ്പിച്ചുകൊണ്ട് എന്തിനാണ് നിങ്ങൾ ഈ സസ്പെൻഷൻ നാടകം കളിക്കുന്നത്? സസ്പെൻഡ് ചെയ്യുന്ന സമയത്ത് എത്ര കാലത്തേക്കാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്? ഇന്ന ടൈം പീരീഡ് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? ഇത്ര കാലത്തേക്ക്, 6 മാസത്തേക്ക്, 1 വർഷത്തേക്ക്, അങ്ങനെയുള്ള രീതിയിൽ ടൈം പീരീഡ് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? സസ്പെൻഡ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഈ ജനപ്രതിനിധി സ്ഥാനം കൂടെ രാജിവെക്കണമെന്നുള്ളത് നിങ്ങളുടെ കോൺഗ്രസ് ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ളേ. കോൺഗ്രസ് ഭരണഘടനയെ മാനിക്കാതെയാണോ നിങ്ങളുടെ പ്രതിപക്ഷ നേതാവ് ഇത്തരത്തിൽ ഒരു നിലപാടെടുത്തിരിക്കുന്നത്? കോൺഗ്രസ് പാർട്ടിക്ക് കോൺഗ്രസ് പാർട്ടിയുടെ ഭരണഘടന ബാധകമല്ല എന്നതാണോ നിങ്ങളുടെ സ്റ്റാൻഡ്? ഇതിനെ സംബന്ധിച്ച് വ്യക്തത വരുത്തുവാനായിട്ട് കോൺഗ്രസിൻ്റെ പ്രതിനിധി ഈ ചർച്ചയിൽ തയ്യാറാവണം. 2 നേരത്തെ ചെറിയ രീതിയിൽ സൂചിപ്പിച്ചു പോയി അവന്തികയുടെ പരാതിയുമായി ബന്ധപ്പെട്ട്. അവന്തികയുടെ പരാതിയിൽ എൻ്റെ ഭാഗത്തു നിന്ന് എന്ത് കോൺസ്പിറസി അല്ലെങ്കിൽ BJPയുടെ ഭാഗത്തു നിന്ന് എന്ത് ഗൂഢാലോചന നടന്നു എന്നതിൻ്റെ തെളിവാണ് വരുന്നത്. ഇവിടെ ഞാൻ തന്നെ ഇന്നലെ പത്രസമ്മേളനത്തിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. 5 മണിക്ക് അവർ ചാനലുകളിൽ നിന്ന് ഇത്തരത്തിൽ അവർക്കുണ്ടായ ദുരനുഭവം വെളിപ്പെടുത്തുന്ന സമയത്ത് 2 മണിക്ക് എനിക്ക് മെസ്സേജ് അയച്ച് ഇത്തരത്തിൽ എന്നോട് മോശമായി പെരുമാറിയിട്ടുണ്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞു. എന്താണെന്നില്ല, ഞാൻ അവർക്കത് പുറത്തു പറയുന്നതിന് പേടിയുണ്ടെന്ന് പറഞ്ഞു. ധൈര്യമായി പ്രൊസീഡ് ചെയ്തോളൂ, ഇത്രയാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഇതിലെവിടെയാണ് ഗൂഢാലോചനയുള്ളത്? അവർ ചർച്ചയിൽ വന്ന് എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അതിൽ കൃത്യമായ ഒരു തെളിവ് നിങ്ങളുടെ കയ്യിലുണ്ടാവണം. അല്ലാതെ ഇത്തരത്തിൽ എന്തെങ്കിലും ആരോപണങ്ങൾ ചർച്ചയിൽ വന്ന് ഒരു പൊതുസമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കരുത്. BJP ഇപ്പോഴും വളരെ വ്യക്തമായി തന്നെ പറയുന്നു, പാലക്കാട്ടുകാരെ വഞ്ചിക്കുന്ന സമീപനമാണ് കോൺഗ്രസ് പാർട്ടി എടുത്തിരിക്കുന്നത്. പാലക്കാട്ടുകാരെ ഇനിയും ഇത്തരത്തിൽ കബളിപ്പിക്കുന്ന നിലപാട് കോൺഗ്രസ് തിരുത്തുവാൻ തയ്യാറാവണം. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA രാജിവെച്ചേ തീരൂ. ഇതാണ് BJPയുടെ നിലപാട്.